പത്തനംതിട്ട വായ്പൂരിൽ KSCB ജീവനക്കാരനെ ഓഫീസിൽ കയറി അടിച്ചു. ഓവർസിയർ കോവളം സ്വദേശി വിൻസെന്റ് രാജിനാണ് മർദ്ദനമേറ്റത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകിയെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. തല്ലേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ ഫോണിൽ നിങ്ങൾ തല്ലി CK അഭിലാൽ ഉണ്ട് വിശദാംശങ്ങളുമായി. അഭിലാൽ, കറണ്ട് പോയാൽ അത് നന്നാക്കാനുള്ള സമയം ആവശ്യമാണ്. ഇത് പറഞ്ഞ് ഒരു ജീവനക്കാരനെ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ കാടത്തമാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? വേൽമഴയെ തുടർന്ന് കനത്ത കാറ്റ് വീശുകയും നിരവധി ഇടങ്ങളിൽ മരങ്ങളുടെ ശിഥിലങ്ങൾ അടർന്നു വീഴുകയോ കടപുഴകി വീഴുകയോ ചെയ്ത് വൈദ്യുതി ബന്ധം തകരാറിലായിരുന്നു. 24 മണിക്കൂറിന് ശേഷവും അതിന്റെ പൂർണ്ണസ്ഥിതിയിലാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതേ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ തുടർന്ന് നിരവധി തവണ എരുമറ്റൂർ അരീക്കൽ സ്വദേശികൾ KSCB വായ്പൂർ ഓഫീസിലേക്ക് വിളിച്ച് പരാതി പറഞ്ഞു. പക്ഷേ ജീവനക്കാരെ എത്തിച്ച് എല്ലാ മേഖലകളിലും പ്രവർത്തനം നടത്തിയെങ്കിലും പൂർവ്വസ്ഥിതിയിലേക്ക് വൈദ്യുതി ബന്ധം എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ ചൊല്ലിയാണ് ഒരു 24 മണിക്കൂർ സമയം പൂർത്തിയായ ശേഷവും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചില്ല, അത് പരാതിയായി പറഞ്ഞിട്ടും പരിഗണിച്ചില്ല എന്നുള്ള വിഷയം മുൻനിർത്തിയാണ് വൈകുന്നേരം 5 മണിയോടുകൂടി അരീക്കൽ സ്വദേശികളായ 4 യുവാക്കൾ വായ്പൂർ KSCB ഓഫീസിൽ എത്തിയത്. തുടർന്ന് ഈ വിഷയത്തെ ചൊല്ലി ജീവനക്കാരും എത്തിയ യുവാക്കളും തമ്മിൽ ഇതിനിടയിലാണ് ഓവർസിയറെ എത്തിയ യുവാക്കളിൽ ഒരാൾ കരണത്തടിച്ചത്. തുടർന്ന് തർക്കമുണ്ടായി. സ്ഥിതികൾ മോശമാകുന്നു എന്ന് കണ്ട് സബ് എഞ്ചിനീയറായ വനിതയാണ് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത്. ഇത് യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. എത്തിയ 4 യുവാക്കളെ ദൃശ്യങ്ങളിൽ നിന്നും ഏറെക്കുറെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ മദ്യലഹരിയിലെന്ന് സംശയിക്കുന്നുണ്ട്. അടിയേറ്റ കോവളം സ്വദേശിയായ ഓവർസിയർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രാഥമിക ചികിത്സകൾക്ക് വിധേയനായ ശേഷം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. കോവളം സ്വദേശിയാണെന്നതിനാൽ തന്നെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണം കൂടി വേണ്ട സ്ഥിതി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിയിട്ടുള്ളത്. KSCB അധികൃതർ വിഷയത്തിൽ മൂലം പെരുമ്പെട്ട് പോകുന്നതിന് പരാതി നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം ഏറെക്കുറെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഇന്ന് രാത്രിയിലോ ഒരുപക്ഷെ നാളെയോ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, 4 പേരെ ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു. CK അഭിലാലാണ് വിശദാംശങ്ങൾ നൽകിയത്.